പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പ്രവാസി സുഹൃത്തുക്കളൊക്കെ വല്ലാതെ ബേജാറിലായ ഒരു വാർത്ത കൂടിയാണ്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതൊരു മെസ്സേജാണ്. ബഹ്റൈൻ്റെ ഗവൺമെൻറ്റാണ് ഇത് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ബഹ്റൈൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാനിത് എടുത്തത്. എന്താണ് അതിൽ പറയുന്നത്? അതിന് തൊട്ട് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്തിനാണെന്നറിയോ? നമുക്കിതിനെ എതിരായിട്ട് ഒരുപാട് വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ഒന്ന് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടൊന്ന് വേണമെന്നേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. ബഹ്റൈൻ എമർജൻസി അലേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഒരു മെസ്സേജ് ബഹ്റൈനിലുള്ള പ്രവാസികൾക്കും പൗരന്മാർക്കും ഒക്കെ വന്നിട്ടുള്ളത്. മറ്റ് രാജ്യത്തിലുള്ള ആളുകൾക്ക് വന്നോ ഇല്ലയോ എന്നുള്ളത് റിപ്പോർട്ടിൽ കാണുന്നില്ല. എന്താണെങ്കിലും അവിടെ പറയുന്നത് അറബിയിലുണ്ട്, അതുപോലെ ഇംഗ്ലീഷിലും ഈ മെസ്സേജ് കാണാൻ പറ്റും. ഇതിൽ പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വതന്ത്രമായ വ്യവഹാരത്തിന് തടസ്സമാകുന്നില്ല എങ്കിലും അലേർട്ട് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. മാത്രമല്ല അവിടെ സൈറൺ ഓണായ സമയത്ത് നിങ്ങൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരം കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് ഒരു റിപ്പോർട്ടാണ് ബഹ്റൈൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ആ ബഹ്റൈനിന് അവസാനമായി കൊടുക്കുന്നുണ്ട് ദ എസ് ടെസ്റ്റ് ബഹ്റൈൻസ് എമർജൻസി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ഒരു ടെസ്റ്റ് മെസ്സേജ് ആണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് പോലും പല പ്രവാസികൾക്കും ഇതൊരു ബേജാറിൻ്റെ മെസ്സേജായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബേജാറ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംവിധം ചെയ്തത്. പലരും എൻ്റെ വീഡിയോയുടെ ചുവട്ടിൽ വന്നിട്ട് നിങ്ങളിങ്ങനൊരു സംഭവം അറിയോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ഒരു ഔദ്യോഗികത വേണമല്ലോ നമ്മൾ പറയുമ്പം. ഇതാണ് ഔദ്യോഗികമായിട്ടുള്ളത്. കാണുമെന്നറിയില്ല, നേരെ ഓപ്പോസിറ്റായിട്ടേ കാണുള്ളൂ, സെൽഫി ക്യാമറ ആയതുകൊണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന കമൻറ്റ് ബോക്സിലുള്ള ആളുകളോട് പറഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. അതാണ് ഞാൻ കണ്ടുപിടിച്ച് ചെയ്യുന്നത്. ആരും ബേജാറാകേണ്ടതില്ല. ഇപ്പം അങ്ങനെ സിറ്റുവേഷൻ ഇല്ല എന്ന് തീർത്തും അവർ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്തതാണ് എന്ന് അവർ തന്നെ കറക്റ്റായിട്ട് എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ദർ വാസ് നോ റിയൽ ഡേഞ്ചർ എന്ന് പറയുന്നുണ്ടോ, അതോറിറ്റീസ് കൺഫേംഡ് ദർ വാസ് നോ ഈ റിയൽ ഡേഞ്ചർ. ഇപ്പം റിയലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ രാജ്യത്തില്ല. അയൽ പ്രദേശത്ത് അഥവാ ഇറാനിൽ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. നമുക്കറിയാം ഇന്ത്യയിലും അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിരുന്നു. വൈബ്രേഷൻ ഫോൺ ഇങ്ങനെ കടന്നിങ്ങനെ വിറക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെയുള്ള ഒരു സെറ്റപ്പാണ് ബഹ്റൈൻ സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. അത് കണ്ടിട്ട് പലരും ഇപ്പോൾ ബേജാറായിട്ട് ഞങ്ങളൊക്കെ ഫോണിൽ വന്നിട്ടുണ്ട്, സുരക്ഷിതമായ ഏരിയയിലേക്ക് മാറണം എന്നുള്ളത്. അതൊന്നും അത്ര കണ്ട് പേടിക്കാനുള്ളതല്ല. ഇപ്പം ഇനി വരുന്ന മെസ്സേജിൽ കൃത്യമായിട്ട് അവരെ മെൻഷൻ ചെയ്യും റിയൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഇപ്പം അവർ പറയുന്നത് ദർ വാസ് നോ റിയൽ ഡേഞ്ചർ. ഇപ്പോൾ ഡേഞ്ചർ സിറ്റുവേഷൻ ഒന്നും ഇല്ല എന്ന് കരുതുക. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവാസികളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സമാധാനത്തോടു കൂടെ കഴിഞ്ഞുകൂടുക. ഇപ്പം എന്നാലും അലേർട്ടഡ് ആയിരിക്കുക. അതത്ര കണ്ടിട്ട് ഈ ഒരു പീക്ക് പോയിന്റിലാണ് ഇപ്പം അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ ബന്ധങ്ങളൊക്കെ ഒലഞ്ഞു നിൽക്കുന്നത്. പരമാവധി എല്ലാം നന്നാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് തപ്പിത്തറിഞ്ഞ് ഒഫീഷ്യൽ പേജിൽ പോയിട്ട് കണ്ടെത്തി നമുക്ക് വീഡിയോ ചെയ്യാനും പറ്റും. എല്ലാവർക്കും നല്ല ദിനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രത്യാശിക്കുന്നു.